പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ 4ാം ദിനവും സഭ പ്രക്ഷുബ്ധമാകും. വിദ്യാർത്ഥി പ്രക്ഷോഭം ഉയർത്തി പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ന് ആഞ്ഞടിക്കും. പരീക്ഷാ ക്രമക്കേടുകൾ തടയാനുള്ള പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടി പ്രതിപക്ഷം സഭയിൽ ഉയർത്തിക്കൊണ്ടുവരും. ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഷമ്മി പ്രഭാകർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷമ്മി, ഈ സമര വിജയത്തിൻ്റെ ആഹ്ലാദം ഇന്ത്യയിൽ മുഴുവൻ അലയൊലിയായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം കേന്ദ്ര സർക്കാരിന് അത് ഉണ്ടാക്കുന്ന ഭീഷണി വലിയ തരത്തിലും. അതിൻ്റെ ഇടയിലാണ് ഇന്ന് ഈ സമര വിജയത്തിന് ശേഷമുള്ള ആദ്യ പാർലമെൻറ്റ് സെഷൻ ആരംഭിക്കുന്നത്. എന്തൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ പദ്ധതികൾ? മറ്റ് വിവരങ്ങൾ കൂടി. തീർച്ചയായും ജിംഷാദ്, കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനങ്ങൾ കൂടുന്ന വേളയിലൊക്കെ തന്നെ ഒരു വിജയത്തിൻ്റെ വലിയ ലഹരിയുമായി പാർലമെന്റിലേക്ക് എത്തുന്ന ഭരണപക്ഷത്തെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ബംഗാൾ തെരഞ്ഞെടുപ്പിൻ്റെ വിജയമടക്കം എല്ലാ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വിജയിച്ച് വന്നതിൻ്റെ ഒരു ഹുങ്ക്, അഹങ്കാരം ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഭരണപക്ഷത്തിനാണ് ഇപ്പോൾ ഈ കൊച്ചു കുട്ടികൾ ചേർന്ന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നിൽക്കുന്നത്. ഒരു വലിയ സമരം, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ സമരത്തിന് ശേഷം പാർലമെൻറ്റ് ചേരുകയാണ്. നമുക്കറിയാം, ഈ പാർലമെൻറ്റ് 20-ാം തീയതി, ജൂലൈ മാസം 20-ാം തീയതി ചേരുന്ന സമയത്ത് ഈ സർക്കാർ എടുത്ത നിലപാട് എന്താണ് എന്നുള്ളത്, ഇങ്ങനെയൊരു സമരം നടക്കുന്നതായി, ഇങ്ങനെയൊരു സമരത്തെ കണ്ടതായി, ഇതേക്കുറിച്ച് ഒരു അക്ഷരം പറയാനായി നമ്മുടെ ഭരണകക്ഷിയിലെ ഒരാൾ പോലും തയ്യാറായില്ല. പ്രധാനമന്ത്രി തൊട്ട് താഴോട്ട് ഒരാൾ പോലും തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ഈ സമരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ, ഈ സമരത്തെ തച്ച് തകർക്കാൻ, കുട്ടികളുടെ തലയടിച്ചു പൊളിക്കാൻ, അവരുടെ കൈകാലുകൾ അടിച്ചൊടിക്കാൻ, അവരുടെ വസ്ത്രം വലിച്ചു കീറാൻ വല്ലാത്തൊരു ആവേശം ഈ ഭരണകക്ഷിക്കും അവരുടെ പോലീസിനും ഉണ്ടായിരുന്നു. എന്നാൽ അവർ പറഞ്ഞ, ആ ജെൻസി തലമുറ പറഞ്ഞ, ആ വിദ്യാർത്ഥികൾ പറഞ്ഞ ആവശ്യങ്ങൾ ഒന്നാകെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഒരു നിമിഷം ഇന്ന് 11 മണിക്ക് ഈ പാർലമെന്റ് ചേരാൻ പോകുന്നത് എന്നുള്ള വലിയൊരു വ്യത്യാസമുണ്ട്. മറ്റേത് അഹങ്കാരത്തിൻ്റെ ഭാഷയാണെങ്കിൽ ഇപ്പോൾ സർവാംഗം സാഷ്ടാംഗം പ്രണമിച്ച് ഈ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങുന്ന ഒരു സർക്കാരിനെ നമുക്കറിയാം. കഴിഞ്ഞ 3-4 ദിവസമായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്രമാത്രം ശുഷ്കാന്തിയോടുകൂടിയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ രാജ്യത്തെ യുവതയോട് സംസാരിക്കുന്നത്. ഈ ഒരു ആവേശം അല്പം മുമ്പുണ്ടായിരുന്നുവെങ്കിൽ 37 ദിവസമാണ് ഈ വിദ്യാർത്ഥികൾ ഈ സമരം നടത്തിയത്. ഈ സമരം നടത്തിയ വിദ്യാർത്ഥികളെ അവരുടെ കായികമായി അവരെ നേരിട്ടു എന്ന് മാത്രമല്ല, മാനസികമായി അടക്കം അവരെ പിന്തുണച്ചവരെ, അവർക്ക് ഭക്ഷണം കൊടുത്തവരെ, അവർക്ക് മെഡിക്കൽ എയ്ഡ് കൊടുത്തവരെ എല്ലാവരുടെയും വീടുകളിലെത്തി അവരുടെ ആധാരവും ജാതകവും അടക്കം പരിശോധിക്കുന്ന പണിയാണ് ദില്ലി പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് അതായത് ഈ ഒരു വിജയത്തിന്റെ അലയൊലി കൃത്യമായി കൂടുതൽ ക്രിയാത്മകമായ പ്രതിപക്ഷം എന്ന നിലയിൽ ഭരണപക്ഷത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അനീതിക്ക്, അനാസ്ഥകൾക്ക്, കെടുകാര്യസ്ഥതയ്ക്ക്, മറ്റ് വർഗീയ അജണ്ടകൾക്ക് ഒക്കെ എതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു വലിയ കരുത്തായി പ്രതിപക്ഷം ഇതിനെ ഇന്ന് ഇപ്പോൾ ഷമ്മി സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ശക്തിയോടുകൂടി ടേക്ക് ഓവർ ചെയ്യുകയാണ് പാർലമെൻറ്റിലേക്ക്. മാത്രമല്ല, ഈ സമര വിജയമുണ്ടാക്കുന്ന വലിയ ആഘാതം BJPക്കുള്ളിലും വലിയ ഭിന്നതകൾ സൃഷ്ടിക്കുകയാണ്. അമിത്ഷയ്ക്കെതിരെയുള്ള പടയൊരുക്കം ശക്തമാകുന്നതിലേക്ക് നയിക്കുന്നു. പോലീസ് നടപടി, കുഞ്ഞുങ്ങളെ ക്രൂരമായി മർദ്ദിച്ച പോലീസിൻ്റെ നടപടി, ഇത് BJPക്കുള്ളിൽ തന്നെ അമിത്ഷയ്ക്കെതിരെ പടയൊരുക്കം തുടങ്ങാനുള്ള ഒരു ആയുധമായി മാറുന്നു. അപ്പോൾ BJPക്കുള്ളിലും ഇത് ഉണ്ടാക്കുന്ന ഭിന്നതകൾ ചെറുതല്ല ഷമ്മി. തീർച്ചയായും ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, RSS മേധാവി കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ പുതിയ തലമുറ കുട്ടികൾ നിങ്ങൾ പറയുന്നത് പോലെ കുമ്പിട്ട് നിൽക്കുന്ന ഒരു ശീലമുള്ളവരല്ല. അവർ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയണം. ആ ചോദ്യങ്ങൾ ഒരിക്കലും അനുസരണക്കേടിൻ്റെ ഭാഗമല്ല. അവരുടെ ബുദ്ധിയും അവരുടെ ശക്തിയും അവരുടെ ഊർജവും അവർ കൃത്യമായും അവർ പ്രകടിപ്പിക്കും. അത് മനസ്സിലാക്കാനുള്ള വിവേകവും ബോധവും ഭരിക്കുന്നവർക്കുണ്ടാകണം എന്നുള്ളതാണ് RSS മേധാവി പറഞ്ഞത്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനുള്ള കൃത്യമായ ഒരു സന്ദേശം അതിലുണ്ട്. അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനെ പോലെ ഒരു ആൾ സ്ട്രാറ്റജി ഉണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ RSS മോദിയുടെ ഇത്തരത്തിലുള്ള എല്ലാ ജനാധിപത്യ നീക്കങ്ങൾക്കും പിന്തുണയായിരുന്നു, RSSന്റെ കരുത്തായിരുന്നു. ഒടുവിൽ RSS മേധാവിക്ക് പോലും അങ്ങനെ പറയേണ്ടി വന്ന ഒരു സാഹചര്യം സംജാതമായത്. അതിനെ നിരീക്ഷകർ പലതരത്തിൽ കാണുന്നു. അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന ജനവിരുദ്ധമായ ഭാവത്തെ RSSലേക്ക് വരാതിരിക്കാനുള്ള RSSന്റെ രക്ഷപ്പെടൽ തന്ത്രമായി എടുക്കാം. പക്ഷെ എന്നിരുന്നാലും ഷമ്മി സൂചിപ്പിച്ചതുപോലെ അത്തരത്തിൽ RSS മേധാവിക്ക് പരസ്യമായി പറയേണ്ടി വന്നൊരു സാഹചര്യം കൂടി അടയാളപ്പെടുത്തേണ്ടതാണ്, അല്ലേ?
അജിംഷാദ് ചോദിച്ച ഒരു ചോദ്യം ഇതിൻ്റെ അകത്ത് ഭിന്നത ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് ഞാൻ വിശദീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും സംഘപരിവാറിലും RSSലും ഈ പറയുന്നത് പോലെയുള്ള വലിയ ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് ഇന്ന് പാർലമെന്റിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ ധർമ്മേന്ദ്ര പ്രധാൻ ഏതാണ്ട് 1.5 മണിക്കൂറോളം ഇരുന്ന് പാർലമെന്റിൽ പറയേണ്ട മറുപടികൾ കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കുകയും അത് സംബന്ധിച്ച് ഒരു ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. മനസ്സിലാക്കണം, വെള്ളിയാഴ്ച വൈകിട്ട്. ശനിയാഴ്ച 3 മണിക്ക് അദ്ദേഹം രാജിവെക്കുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് പോലും ധർമ്മേന്ദ്ര പ്രധാന് താൻ രാജിവെക്കേണ്ടി വരും എന്നുള്ള ചിന്തയുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു തീരുമാനം RSSോ അതല്ല BJPയോ എടുത്തിരുന്നില്ല. അതിനുശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കാരണം അത്രമാത്രം വലിയ ഒരു വിദ്യാർത്ഥി ശക്തി രാജ്യത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഭാഗമായി വരുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയുന്നു. കാരണം ദില്ലിയിൽ മാത്രമല്ല രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ആ വിദ്യാർത്ഥി ശക്തി പടരുന്നു എന്നവർ തിരിച്ചറിയുന്നു. കൊൽക്കത്തയിലെ ഒരു റാലിയിൽ ഏതാണ്ട് 50,000-ലധികം ആൾക്കാർ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പാറ്റ്നയിൽ, മഹാരാഷ്ട്രയിൽ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ തീ പടരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയത്. അതാണ് ഷമി സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിൽ പ്രതിപക്ഷം കൂടുതൽ ശക്തിയായി ഇത് ഉന്നയിക്കുന്നു. 2 BJPക്കുള്ളിൽ തന്നെ പടയൊരുക്കം. RSSലും സംഘപരിവാറിലും ഒക്കെ ഭിന്നതകൾ രൂക്ഷമാകുന്നു. ഇതിനെ ആയുധമാക്കി അമിത്ഷയ്ക്കും മോദി അച്യുതണ്ടനും എതിരായി നീങ്ങാനുള്ള ഒരു വലിയ സംരംഭമായി BJPക്കുള്ളിൽ കാര്യങ്ങൾ നീങ്ങുന്നു ഒക്കെയാണ്. മാത്രമല്ല ഷമി പ്രഭാകർ, ഇതിൽ മാത്രം തീരുന്നതല്ല. മുൻകാലങ്ങളിൽ നോട്ട് നിരോധനം മുതൽ ഇങ്ങോട്ടുള്ള പല വിഷയത്തിലുമുള്ള പരാജയങ്ങളെ കൂടുതൽ ജനകീയമായ തിരിച്ചടിക്കായി കോപ്പുകൂട്ടുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ E20 പെട്രോൾ, മറ്റേ എത്തനോൾ പെട്രോൾ വിഷയം, അയോധ്യ രാമക്ഷേത്ര വിഷയം, പിന്നീട് കേദാർനാഥ് കൊള്ള, ഇങ്ങനെ അടക്കമുള്ള സമഗ്രമായ വിഷയങ്ങളൊക്കെയും കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കും. അപ്പോൾ ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല, CBSEയുടെ മൂല്യനിർണ്ണയത്തിൽ വന്ന പിശകുകൾ, മറ്റ് വിദ്യാഭ്യാസ നയങ്ങൾ, ചരിത്ര പാഠപുസ്തകങ്ങൾ മാറ്റി എഴുതിയത്, ഇങ്ങനെയുള്ള വർഗീയ അജണ്ടകൾക്കെതിരെ, അയോധ്യ രാമക്ഷേത്ര കൊള്ള അടക്കമുള്ള വിഷയങ്ങൾക്കെതിരെ ഒക്കെ കൂടുതൽ സജീവമായി ഈ വിജയത്തെ വഴിതിരിച്ചുവിടാനുള്ളൊരു നീക്കം തന്നെയാണ് പ്രതിപക്ഷം, അല്ലേ ഷമി? രാജ്യത്ത് ഉയർന്നു വരുന്ന എല്ലാ വിഷയങ്ങളോടും വളരെ കൃത്യമായ ഒരു പ്രതികരണം വന്നിരുന്നു എങ്കിൽ പോലും ഇത്രമാത്രം ശക്തിയോടുകൂടി ഈ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ വളരെ ലാഘവത്തോടുകൂടി ഇവർ കുട്ടികളല്ലേ, ഇവർക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അവഗണിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ പറയുന്ന പോലെ BJPയുടെ IT സെല്ലിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തെ എല്ലാ സമരങ്ങളെയും വക്രീകരിച്ചും എല്ലാ നേതാക്കന്മാരെയും ആക്ഷേപിച്ചും എല്ലാവർക്കുമെതിരെ പോസ്റ്റുകൾ ഇട്ടും ഒക്കെ വലിയ തോതിൽ വിളയാടിയിരുന്ന BJPയുടെ IT സെല്ല് അമ്പേ പരാജയപ്പെട്ടു പോകുന്നു ഈ കുട്ടികൾക്ക് മുന്നിൽ. കാരണം ഇവരെന്തൊക്കെ നെറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചുവോ അതിനെയൊക്കെ വളരെ ലാഘവത്തോടുകൂടി വളരെ നിസ്സാരമായി ഈ കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ച കൂടി നമ്മൾക്ക് ഈ മാത്രമല്ല അതിന്റെ തുടക്കം തന്നെ ഇങ്ങനെയായിരുന്നല്ലോ. BJPയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സുമായിട്ടാണ് CJPയുടെ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആകുന്നത്. അതിനുശേഷം കൂടുതൽ ഇടത് കരുത്തിൽ അത് പുഷ്പിക്കുന്ന ഘട്ടം, അതിൽ ആ സോഷ്യൽ മീഡിയയുടെ പങ്ക് വളരെ വലുതും കൂടിയാണ്, അല്ലേ ഷമി? ഈ രാജ്യത്ത് ജനങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന സർക്കാരിനെതിരായ വിരോധം അതിനെ കൃത്യമായി ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാൻ ഈ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ രാജ്യത്തെ പ്രതിപക്ഷം, പ്രത്യേകിച്ചും കോൺഗ്രസ്, പരാജയപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഇവരെയൊക്കെ ഒന്ന് ഉയർത്തെഴുന്നേൽക്കൂ പ്രതിപക്ഷമേ, കോൺഗ്രസേ, രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികൾ വന്നൊന്ന് തട്ടി ഉണർത്തി രാഹുൽ ഗാന്ധിയൊക്കെ വീണ്ടും ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഈ സമരം കഴിഞ്ഞു എന്നുള്ളതാണ്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനൊന്നും സമയമില്ല, ഞങ്ങൾക്ക് അതിൽ താല്പര്യവുമില്ല. പക്ഷേ പ്രതിപക്ഷം എന്ന നിലയിൽ നിങ്ങൾ എന്ത് പണിയെടുത്തു എന്ന് ഈ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ രാജ്യത്ത് 12 വർഷം പ്രതിപക്ഷത്തിരുന്ന് ഈ ഭരണപക്ഷത്തിന് വളരാനുള്ള
എല്ലാ അവസരവും ഒരുക്കി കിടക്കുകയായിരുന്നു കോൺഗ്രസ് എന്നാണ് ഈ കുട്ടികൾ പറയാതെ പറഞ്ഞത് അജിംഷാദ്. അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞത് രാജ്യത്തെ ഇടതുപക്ഷത്തിനാണ്. കാരണം ഈ സമരത്തിന്റെ ആദ്യ ദിവസം മുതൽ അവിടെ എത്തി അവർക്ക് പിന്തുണ കൊടുത്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി SFIയും AISFും CPIMും അടക്കമുള്ള പാർട്ടികൾ ആ രീതിയിൽ അവരെ സഹായിച്ചു. അവരുടെ ആ ഒരു കൂട്ടായ്മയ്ക്ക് രാജ്യവ്യാപകമായി പടരാനുള്ള അവസരം നൽകി. SFI അവർക്ക് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകി. സോനം വാങ്ചുക്ക് ഈ സമരത്തിന്റെ 7-8 ദിവസത്തിൽ അവിടെ നിരാഹാരം കിടക്കാൻ എത്തുമ്പോഴേക്കും അവിടെയും SFIയുടെ നേതാക്കൾ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശും അതുപോലെ തന്നെ ഐഷ ഘോഷും അടക്കമുള്ളവർ ആ സമരത്തിന്റെ ഭാഗമായിട്ട് അവിടെ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നു. അപ്പോഴൊന്നും നമ്മൾ KSUവിനെയോ NSUവിനെയോ അവിടെ എങ്ങും കണ്ടില്ല, കോൺഗ്രസിനെയും കണ്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും ഇതിൽ ഇടപെടാൻ തയ്യാറായില്ല. പക്ഷേ എന്തായാലും ദില്ലിയിലെ ആ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് അതിനുശേഷം ആ വിഷയത്തിൽ ഇടപെടാൻ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തയ്യാറായി എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. രാജ്യത്തൊരു പ്രതിപക്ഷ കൂട്ടായ്മ രൂപപ്പെടുന്നതിനെ തീർച്ചയായും സ്വാഗതം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതെല്ലാം ഞമ്മളാണ് എന്നുള്ള എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സമീപനത്തിലേക്ക് ഒരു ആളും പോകേണ്ടതില്ല. അത് ഈ നാട്ടിലെ കുട്ടികളുടെ ശേഷിയാണ്, അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. തീർച്ചയായും എടുത്തു പറയേണ്ടത് അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്, അവരുടെ ചിന്തയാണ്. അവരെ അങ്ങനെയാണ് ഈ സമരത്തെ രൂപപ്പെടുത്തിയത്. അത് ഈ നാട്ടിലെ സാധാരണപ്പെട്ട എല്ലാ മനുഷ്യരിലേക്കും എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ വിദ്യാർത്ഥി കൂട്ടായ്മയിലേക്ക് മാത്രമല്ല, നാട്ടിലെ ഓരോ മനുഷ്യരും ഈ സമരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ സമരത്തിന് വലിയ പിന്തുണ നൽകുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. ഭക്ഷണമായും അതുപോലെ തന്നെ അവർക്ക് മെഡിക്കൽ എയ്ഡായും ലീഗൽ എയ്ഡായും ഒക്കെ തന്നെ ഈ നാട്ടിലെ ഓരോ മനുഷ്യനും കാരണം ഈ കൂട്ടായ്മ, ഈ യുവത തന്നെ ഇന്നലെ കുറിച്ചത് ഇടതുപക്ഷം CPIM SFI CPIM MLന്റെ വിദ്യാർത്ഥി സംഘടന ഇവരൊക്കെ ചേർന്ന് ഈ ഇടത് കരുത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞു. ഈ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ അടക്കം പേരെടുത്താണ് പറഞ്ഞത്. അത് റാങ്കെ ആയാലും സൗരവ് ദാസ് ആയാലും ഒക്കെ അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. അതിൽ യുവതയുടെ പങ്ക് വളരെ നിസ്തുലവുമാണ്. ഷമി, ഇന്ന് എന്തായിരിക്കും ഈ BJP ഭരണപക്ഷം ഈ പ്രതിപക്ഷത്തിന് മറുപടി നൽകുക? ഈ വിഷയങ്ങൾ വളരെ കുലങ്കശമായി രാജ്യം ഉറ്റുനോക്കുന്നത് ഇന്ന് പാർലമെൻറ്റിലേക്കാണ്. എന്തായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ തീവ്രമായ പ്രതിഷേധങ്ങൾ? 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, കുട്ടികളെ തല്ലിച്ചതച്ച രീതി, അതിനെതിരായുള്ള പ്രതിഷേധം. 2, ഇത്തരത്തിൽ ഈ സമരവിജയത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ ടാക്കിൾ ചെയ്യേണ്ട രാഷ്ട്രീയം. 3, എന്താണ് ഇതിനൊക്കെ BJP മറുപടി പറയുക? നേരത്തെ ഷമ്മി തന്നെ സൂചിപ്പിച്ചതുപോലെ വിജയശ്രീ ലാളിതമായ കഴിഞ്ഞ നാളുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു ഭാവമാണ്. അതുകൊണ്ടാണ് ഇന്ന് പാർലമെൻറ്റിലേക്കാണ് രാജ്യത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ, അല്ലേ ഷമ്മി? തീർച്ചയായും ഒരു ഭരണകൂടം എന്ന് പറയുന്നത് നാട്ടിലെ സമൂഹത്തിൻ്റെ ഗാർഡിയനാണ്, അവരുടെ പേരൻ്റാണ്, അവരുടെ രക്ഷകർത്താവാണ്. ആ ഒരു ചുമതലയാണ് അമിത്ഷാ നിർവഹിക്കേണ്ടിയിരുന്നത്. പക്ഷേ ജന്തർ മന്ദറിൽ ഒത്തുകൂടിയ വിദ്യാർത്ഥികളെ ഏത് രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്തത്? അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള, അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ദില്ലി പോലീസ് ഈ കുട്ടികളെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്തു എന്ന് നമ്മൾ കാണുകയാണ്. അവർക്ക് ഗാർഡിയനായി നിൽക്കേണ്ട ഒരു പോലീസ് സംവിധാനം അവരെ തച്ച് തകർക്കാൻ, അവരെ കായികമായി ഇല്ലാതാക്കാൻ, അവരെ മെന്റലി ഇല്ലാതാക്കാൻ ഉള്ള വലിയ പരിശ്രമം നടക്കുമ്പോൾ ഇന്ന് പാർലമെന്റിൽ ആ ചോദ്യം ഉയരുക തന്നെ ചെയ്യും. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷം കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്ക് കത്തെഴുതിയിട്ടുണ്ട്. എന്തിനാണ് നിങ്ങൾ ഈ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചത്? ആരാണ് അതിന് നിർദ്ദേശം നൽകിയത്? മറുപടി പറഞ്ഞേ കഴിയൂ. അമിത്ഷാ അതിന് കൃത്യമായ മറുപടി ഇന്ന് പാർലമെന്റിൽ പറയേണ്ടി വരും. അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് അല്പസമയത്തിനകം നമുക്കറിയാൻ കഴിയും. അമിത്ഷാ തീർച്ചയായും ഷമ്മി